ഓക്കെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം ഉദ്ദേശിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഫീഡിംഗ് പേരിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇത് മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിത ദിവസം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിൽ തുഴഞ്ഞ് കൈ രണ്ടും തളർന്ന് ആരും സഹായത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്. ഈശോ, അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ കൃപ ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ ഈശോയെ. അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് സത്താലുവാണ്. ഈശോ മാത്രമല്ല, പരപിതാവും സത്താലുവാണ്. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം ഈശോയെ. ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവരുടെ കഴിവ് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ എങ്ങനെയാണ് കർത്താവേ മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട്, സാമ്പത്തിക തകർച്ച കൊണ്ട്, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിന് മീതെ നടന്നു വന്നവനെ കർത്താവേ കൈനീട്ടി നീ ഞങ്ങളുടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവേ കൈയും കാലുമായി ക്രിസ്തുവായി കടലിന് മീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും
നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല, അത് വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ചുറ്റുപിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്, അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല, കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. ഈശോ, നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ടെന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടയെ പഴുത്ത പോലെ വിഴുങ്ങിത്തിരിക്കരുത് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്ന കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ദൈവമേ ആ വിഷയത്തിനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കർത്താവ്, വിദേശ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി, കുടുംബത്തിൽ 10-40 വർഷം കടമായി, പക്ഷെ അവർക്ക് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല, അവർ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും ദൈവമേ? അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ നിയോഗമാണ് കർത്താവ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെനൻസ് നടക്കാത്ത കാരണം ക്ഷുദ്രജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ഹിംസജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഈശോയെ, അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിരവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, അവരെല്ലാം സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളെ അവരെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട്. അതിനെല്ലാം ഇപ്പോഴും വലത് കരത്തെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, പേരറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തോ വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വരൻ നയിക്കും. ആമേൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഡിസംബർ 4 തീയതി ബുധനാഴ്ചയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:13, നടപടി പുസ്തകത്തിലെ 1:8. 21:10 വായിക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും. ഓക്കെ, ഇനി നടപടി 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ സഭ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്? ഉദാശകൾ മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ്. വേദപാഠത്തിന്റെ ലക്ഷ്യം എന്താണ്? സാക്ഷ്യമാണ്. ദൈവം നമ്മളുടെ മുമ്പിൽ അന്വേഷിക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിലെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കാൻ പോണത്. അപ്പം നിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിൻ്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ. സാക്ഷിക്ക് എന്താ വേണ്ടത്? എന്താ ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതലും സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന, നമുക്ക് ലഭിക്കുന്ന നിരാകരണം, നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണത്, അവൻ്റെ പീഡാനുഭവങ്ങളെ മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല
സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ ഒരു ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത്, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം. ഇപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇപ്പം നിൻ്റെ ജീവിതത്തിൽ സാധാരണ നീ ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ്, ഇതായിക്കോട്ടെ. അപ്പം സാധാരണ വീട്ടിൽ അമ്മയെക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കാരണം. ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ചിലക്ക് ഒറ്റ വായനക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വായിച്ചാലേ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കും, ഇതുവരെ വായന നിർത്തിയിട്ടുമില്ല. അപ്പോഴെന്താ അത് ഇപ്പം മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും. ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് ഇത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമത്തിന് മഹത്വത്തിനെ കാഴ്ചവെക്കണം. അത് ഇന്ന് വരെയാണ് കാഴ്ചവെക്കേണ്ടത്. നടപടി 1:8 പറയാൻ എന്താണ്? ഭൂമിയുടെ അതിർത്തികൾ വരെ. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്റാർട്ടിക്ക വരെ വല്ലതാണ്? അതൊന്നും അല്ല. നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പോൾ വരെ. അവസാനത്തെ വിശ്വാസമാണ് നമ്മുടെ. എപ്പോൾ നിലക്കുന്നു, നമ്മൾ എപ്പോഴും കിടപ്പിലാകുന്നു, എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത്, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി. അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ശക്തി പ്രാപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം. നമ്മളെല്ലാം ഈ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ മഹത്വരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസ്വഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ വിരുന്നിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ ബാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. കൈയടിച്ച് കർത്താവ് കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. ഇപ്പം കൂടിപ്പോയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിൽ കൂടിപ്പോയെന്നൊന്നും പറയരുത്. കൂടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ്, ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കൈയടിച്ച് കിടത്താൻ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. ഈ നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിലൊഴിച്ച എണ്ണയില്ലേ, ആ സമരക്കാരൻ എൻ്റെ ആ വഴിവെക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുമെന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുമുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ ബെറ്റർക്ക് എന്ത് മാത്രം ഉണ്ട് അമ്മ വന്ന് അത് കണക്ക് പറയില്ലേ.
മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഉള്ളത് ചെയ്തതുപോലെ ഇല്ലാണ്ടാവും. നമ്മളുടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ, അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ വന്ന് നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേടത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്ത് പോയില്ല, ഞാൻ മാത്രമാണ്, എൻ്റെ പള്ളിക്കാണെല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചേക്കുന്നത് ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം? ചിലർക്ക് എണ്ണ ഉണ്ട്, ചിലർക്ക് എണ്ണയില്ല, അത്രേ ഉള്ളൂ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം. ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം, ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവരെണ്ണ വാങ്ങാൻ പോയിരിക്കുകയല്ലേ, അപ്പം മണവാളം വരും. പരിപാടി തീർന്നില്ലേ? വായിച്ച് 25:4 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 25:4 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:4 വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. ഇപ്പം വിളക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർ വചനം മാത്രമുണ്ട്, വിളക്കുണ്ട്, എണ്ണയില്ല. അതാണ് പ്രശ്നം. വിളക്ക് ഈ 10 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടേ. എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത്. പക്ഷേ സംഭവം കത്തത്തില്ല. വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. അതിനെന്ത് വേണം? മനസ്സലിവ് വേണം. മറ്റാൾ എണ്ണ പെരട്ടിയതിന് മുമ്പ് സംഭവം ഉണ്ടായി. അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടുമ്പോൾ എന്താ സംഭവിച്ചത്? മനസ്സലിഞ്ഞ്. അല്ല, ജോസഫ് മതിയിട്ടല്ല എണ്ണ പെരട്ടിയത്. നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണ ഉടമ്പടി എടുത്തതുകൊണ്ടാ സൽപ്രവൃത്തി കാണിക്കണത്. അതല്ല, മനസ്സലിയണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. ക്രിസ്തുവിനെ പ്രതി മനസ്സറിയുമ്പോൾ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്. അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രൂട്ട്ഫുൾ അല്ലാതെ വരിക സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 10 കന്യകമാരുണ്ടായിരുന്നു. അതിൽ ചിലർ 5 പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ചെറിയ വിളക്ക് മാത്രം കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നീ എന്നെ ചേർത്തിയല്ലേ, നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. ആ വിഷയം അത് അവസാനമായി മനസ്സിലാകത്തുള്ളൂ. നീ എൻ്റെ അനിയത്തിയല്ലേ, നമ്മൾ രണ്ട് ഒരു വയറ്റിൽ പെറ്റതല്ലേ, നീ എൻ്റെ ഭർത്താവല്ലേ, നീ എൻ്റെ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്ക് കൃപ കൈമാറ്റാൻ, അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൃപ കൈമാറാൻ പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകണ്ടല്ല, പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹം ഓക്കെയാണ്, കൃപ ഓക്കെയല്ല. അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് ദൈവസ്നേഹത്തോടെ നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ പങ്കുകാരില്ല. അതാ പറയണത്. ആ കന്യകമാരോട് പറയുന്നത് കേട്ടല്ലേ, ഞങ്ങൾ തരത്തില്ല, തന്നിട്ടും കാര്യമില്ല. കാര്യം എന്താ? ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത്. കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നീ 10 പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കണത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കൊടീശ്വരനാകാൻ നോക്കണം. കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത്. അതിലെല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം? അതായത് ഇവർക്കെന്നാ പറ്റിയത് ഈ കന്യകമാർക്ക്? മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. പക്ഷേ കന്യകമാർ എഴുന്നേറ്റപ്പോൾ കുറേ പേർക്ക് എണ്ണയില്ല. അവർ പിന്നെ അവരുടനെ വാതിൽ അടക്കപ്പെടുകയാണ്. കർത്താവ് ഈ നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല, അവസാനം പറയുന്ന ഭാഗമാണ് ഇതില്ല. കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കണ മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്തായി 25 കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടുത്തെ മണവാളനല്ല ഈശോയാണ്. വരാൻ പോരണേ വൈകണതെല്ലാം അവൻ്റെ 2ാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയണത് മുഴുവൻ. കഥകളിലൂടെ പറയണതേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം, മണവാളൻ വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട്. സെൻറ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം, ഇത്തിരി കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടായെങ്കിൽ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു ശരിക്കും. അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10:25 മണവാള നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്നും പറഞ്ഞ ആദിമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ്. അതായത് ഇപ്പം കർത്താവ് വരുമെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മണവാളൻ വരാൻ വൈകും. അതാണ് മണവാളനെ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം. നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം. അതുകൊണ്ട് എന്താണ്?
ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവസഹത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഒരു വല്ലാത്ത സമയമാണ്. കർത്താവിൻ്റെ കൃപ അനേകം മക്കളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ്. അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആരാധന നടക്കുന്ന സമയം, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം, ജീവിത ദുരന്തങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത്. അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴേ. ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരു ജീവിതമാണ്. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, നിന്റെ തിരുമുറവാർന്ന വലതുകരം, ആണിപ്പഴ താഴ്ന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇപ്പൊ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ, ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. രോഗികളായ എല്ലാ മക്കളെയും തിരുത്താൽ കഴുകി സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനെപ്പോലും മകളെപ്പോലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിൻ്റെ അടയാളത്തില്, ദൈവത്തിൻ്റെ ശക്തിയാൽ, ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുക്കണമേ. കർത്താവേ, നിന്റെ രക്തം ഒഴുക്കണമേ. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പേശികളിലും, കൊശങ്ങളിലും, അസ്ഥികളിലും, സന്ധികളിലും വാതരോഗങ്ങൾ, പിസ്തുരോഗങ്ങൾ, പിസ്വരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ അസുഖങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, മാരകരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അർപ്പിണറിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം മുട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ
വരേണമേ സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കൾ. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, മക്കൾ വിദേശങ്ങൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവർ, അവർക്ക് ജോലി കിട്ടാത്തവർ, PR കിട്ടാത്തവർ, അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അരയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വിൽക്കാൻ പറ്റാത്തവർ, രക്ഷപ്പെടാനോ വീടും സ്ഥലവും പോലും ഇല്ലാത്തവർ, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി ഞെരിഞ്ഞവരുന്നവർ, മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നവർ സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യമാധ്യത്തോടെ യേശു നാമത്തിൽ നിന്നെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ.